രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനത്തിൽ അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്ന ഭീമമായ തുകയുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 67,270 കോടി രൂപയിലധികം വരുന്ന ഈ തുക ദീർഘകാലമായി അതിന്റെ യഥാർത്ഥ ഉടമകളെയോ അനന്തരാവകാശികളെയോ കാത്തിരിക്കുകയാണ്. പൗരന്മാരുടെ സമ്പാദ്യം സുരക്ഷിതമായി അവരിലേക്ക് തിരികെ എത്തിക്കുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും ചേർന്ന് ഈ നിക്ഷേപങ്ങൾ കണ്ടെത്താനും വിതരണം ചെയ്യാനും വിപുലമായ പദ്ധതികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ വലിയ തുകയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തെ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ എത്രമാത്രം പണം നിഷ്ക്രിയമായി കിടക്കുന്നുവെന്ന് വ്യക്തമാകും. മൊത്തം തുകയായ 67,270 കോടി രൂപയിൽ പൊതുമേഖലാ ബാങ്കുകളിലാണ് ഏറ്റവും കൂടുതൽ പണം കെട്ടിക്കിടക്കുന്നത്. ഏകദേശം 58,400 കോടി രൂപ. സ്വകാര്യ ബാങ്കുകളിൽ ഈ തുക 8,600 കോടി രൂപയോളം വരും. ഈ പണം അതിന്റെ യഥാർത്ഥ ഉടമകളിലേക്ക് എത്തിക്കുക എന്നത് ബാങ്കിംഗ് മേഖലയുടെ സുതാര്യതയ്ക്കും പൊതുജനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിനും നിർണായകമാണ്. ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി രാജ്യസഭയിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ തുക അവകാശികളില്ലാതെ കിടക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. അതായത് 19,330 കോടി രൂപ. പൊതുമേഖലാ ബാങ്കുകളിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 6,911 കോടി രൂപയും കാനറ ബാങ്കിൽ 6,278 കോടി രൂപയും ഇതേ അവസ്ഥയിലാണ്. സ്വകാര്യ ബാങ്കുകളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ICICI ബാങ്ക് ആണ് മുന്നിൽ. 2,063 കോടി രൂപയാണ്. തൊട്ടു പിന്നാലെ HDFC ബാങ്കും ഉണ്ട്, 1,610 കോടിയും. ആക്സിസ് ബാങ്കിന് 1,360 കോടി എന്നിവയുണ്ട്. ഈ കണക്കുകൾ ഓരോ ബാങ്കിനും അവകാശികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എത്രത്തോളം അടിയന്തരമായി കൈക്കൊള്ളേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നിക്ഷേപം 10 വർഷമായി പ്രവർത്തനരഹിതമായി തുടരുകയാണെങ്കിൽ അത് അവകാശികളില്ലാത്ത പണമായി കണക്കാക്കപ്പെടുന്നു. സേവിങ്സ് അക്കൗണ്ടുകൾ, കറന്റ് അക്കൗണ്ടുകൾ, ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കാലാവധി പൂർത്തിയായിട്ടും കൈപ്പറ്റാത്ത നിക്ഷേപങ്ങളും ഈ വിഭാഗത്തിലാണ് വരുന്നത്. പലപ്പോഴും അക്കൗണ്ട് ഉടമകളുടെ മരണശേഷം നോമിനേഷൻ വിവരങ്ങളിലെ അപാകതകൾ, വിലാസം മാറിയത് കാരണം ആശയവിനിമയം നിലച്ചത്, അല്ലെങ്കിൽ നിക്ഷേപം നടത്തിയ വിവരം കുടുംബാംഗങ്ങൾ അറിയാതെ പോകുന്നത് തുടങ്ങിയ കാരണങ്ങളാണ് ഈ പണം നിഷ്ക്രിയമായി തുടരാൻ കാരണം. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കാര്യക്ഷമമായി തിരയാനും ക്ലെയിം ചെയ്യാനും വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച നിർണായകമായ ഓൺലൈൻ സംവിധാനമാണ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഗേറ്റ്വേ ടു ആക്സസ് ഇൻഫർമേഷൻ പോർട്ടൽ. നിലവിൽ 30-ലധികം ബാങ്കുകളിലെ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ഒരിടത്ത് സമാഹരിച്ചിരിക്കുന്നുണ്ട്. ഇത് ഉപഭോക്താക്കൾക്ക് ഓരോ ബാങ്കിലും കയറി പരിശോധിക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കി തരുന്നുണ്ട്. പേര്, മൊബൈൽ നമ്പർ, ജനനത്തീയതി തുടങ്ങിയ പ്രാഥമിക വിവരങ്ങൾ നൽകി ആർക്കും നിക്ഷേപം കണ്ടെത്താനാകും. വിവരങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ പണം തിരികെ ക്ലെയിം ചെയ്യുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ ഈ പോർട്ടൽ സഹായിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് അവരുടെ പണം കണ്ടെത്താനും ബാങ്കുകളുടെ ക്ലെയിം തീർപ്പാക്കാൻ പ്രക്രിയകൾ കാര്യക്ഷമമാക്കാനും UDGAയും ഒരു വലിയ ചുവടുവയ്പ്പാണ്. അവകാശികളില്ലാത്ത ഈ തുക ഉടമകളിലേക്ക് എത്തിക്കുന്നതിൽ സർക്കാർ തലത്തിലുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിൽ ഒരു ദേശീയ പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. മറന്നുപോയ സാമ്പത്തിക ആസ്തികൾ കണ്ടെത്താൻ പൗരന്മാരെ സഹായിക്കുക. 2023 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ രാജ്യവ്യാപകമായി ഈ പ്രചരണം നടക്കുകയും ചെയ്യും. മറന്നുപോയ സാമ്പത്തിക ആസ്തികൾ കണ്ടെത്താൻ പൗരന്മാരെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 2023 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ രാജ്യവ്യാപകമായി ഈ പ്രചരണം നടക്കും. ബാങ്ക് നിക്ഷേപങ്ങൾ കൂടാതെ ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ എന്നിവയിൽ നിന്നുള്ള പണം കണ്ടെത്താനും വീണ്ടെടുക്കാനും ഈ പ്രചാരണം ഊന്നൽ നൽകുന്നുമുണ്ട്. കൂടാതെ അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കാര്യക്ഷമമായി തീർപ്പാക്കുന്നതിനായി RBI 1 വർഷത്തെ പ്രത്യേക പദ്ധതിയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ രൂപയും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് എത്തുന്നുവെന്ന് ഇത് ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഒരു അക്കൗണ്ട് 10 വർഷം നിഷ്ക്രിയമായി തുടരുമ്പോൾ അതിലെ നിക്ഷേപം റിസർവ് ബാങ്കിന്റെ നിക്ഷേപക വിദ്യാഭ്യാസ ബോധവൽക്കരണ ഫണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവാറുള്ളത്. പണം റിസർവ് ബാങ്കിലേക്ക് മാറ്റുന്നു എന്നത് അത് നഷ്ടപ്പെട്ടു എന്നതിനർത്ഥമല്ല. പണം DAA ഫണ്ടിലേക്ക് മാറ്റിയാലും യഥാർത്ഥ ഉടമയ്ക്കോ നിയമപരമായ അനന്തരാവകാശികൾക്കോ അത് ക്ലെയിം ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടുന്നില്ല. ക്ലെയിം ചെയ്യേണ്ടത് പണം നിക്ഷേപിച്ച അതേ ബാങ്കിൽ ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകി ക്ലെയിം ചെയ്യാം. ബാധകമായ പലിശ സഹിതം മുഴുവൻ തുകയും തിരികെ നൽകാൻ ബാങ്ക് ബാധ്യസ്ഥരാണ്. പിന്നീട് ഈ തുക ബാങ്കിന് RBI ഫണ്ടിൽ നിന്നും തിരികെ എടുക്കാൻ സാധിക്കും. ഇത്തരം ക്ലെയിമുകൾക്ക് സമയപരിധിയില്ല എന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസവുമാണ്. അവകാശികളില്ലാതെ കിടക്കുന്ന 67,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം എന്നത് രാജ്യത്തെ സാമ്പത്തിക സംവിധാനത്തിൽ വലിയൊരു ശ്രദ്ധ ആവശ്യപ്പെടുന്ന വിഷയമാണ്. സാമ്പത്തിക സാക്ഷരതയുടെയും കൃത്യമായ നോമിനേഷൻ പ്രക്രിയയുടെയും പ്രാധാന്യം ഈ കണക്കുകൾ അടിവരയിടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ
നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പ്രചാരണവും RBIയുടെ UDGM പോർട്ടലും ഈ നിക്ഷേപങ്ങൾ ഉടമകളിലേക്ക് എത്തിക്കാനുള്ള ശക്തമായ ഒരു കൂട്ടായ ശ്രമമാണ്. പൂർവികർ നിക്ഷേപിച്ച് മറന്നുപോയേക്കാവുന്ന ഒരു വലിയ തുക കണ്ടെത്താൻ UDGM പോർട്ടൽ ഉപയോഗിച്ച് ഒരു തിരച്ചിൽ നടത്തുന്നത് ഓരോ പൗരനും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓരോ രൂപയും അതിന്റെ യഥാർത്ഥ ഉടമയിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ഈ സംരംഭങ്ങൾ സഹായകമാകും.